ഏറ്റവും കൂടുതൽ ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഏറ്റവും ടൈം എടുത്ത് ഒരു കാസർഗോഡ് നിന്ന് വന്നൊരു കുട്ടി. ആ കുട്ടി 4 വർഷമായി തല വാഷ് ചെയ്തിട്ട്. 4 വർഷമോ? 4 വർഷം മുറിവ് കൊണ്ട്. അറിഞ്ഞില്ല, വീട്ടുകാരെ അറിയുന്നില്ലല്ലോ. ഈ കുട്ടി പറഞ്ഞിട്ടില്ല 4 വർഷമായി തല വാഷ് ചെയ്തിട്ട്? അയ്യോ. അത് ഫുള്ള് ഇതേപോലെ. അത് ഞാൻ ലൈവ് വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ ഇരുന്ന് ചെയ്യുന്നത്. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം എടുത്തിട്ടായിരുന്നു അത് കളഞ്ഞത്. അയ്യോ. ഫുള്ള് നൈറ്റ് മൊത്തം. മറ്റേതൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു സെക്കൻഡ് സിറ്റിങ് വരുവാണെങ്കിൽ രാവിലെ തൊട്ട് ഒരു 6 മണി വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസമായിരിക്കും. അതൊരു 3 മണിക്കൂർ അങ്ങനെ കാണത്തുള്ളൂ. പക്ഷെ ഇത് കണ്ടിന്യൂ ആയിരുന്നു രാത്രി മൊത്തം. അതായത് സ്റ്റാഫുകൾക്ക് വയ്യ, അവർക്കത് പറ്റുന്നില്ല, വരുന്നില്ല. ചിലത് കുറച്ച് സ്പ്രെഡായിരിക്കും, പക്ഷേ ഇതിൽ നിന്ന് വരത്തില്ല. മനസ്സിലായി. അപ്പം ഇത് വരുന്നേ ഇല്ല. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നും കടന്നും നിന്നും ഒക്കെ ചെയ്ത് രാത്രി മൊത്തം കണ്ടിന്യൂ ചെയ്ത് ഇതാക്കി. പക്ഷേങ്കിൽ ആഫ്റ്റർ കെയർ ഒന്നും മേടിച്ചില്ലായിരുന്നു. സെക്കൻഡ് സിറ്റിങ് വരേണ്ടി വന്നു. വീണ്ടും 1 വർഷം കഴിഞ്ഞിട്ട്. ആഫ്റ്റർ കെയർ ചെയ്തില്ലെങ്കിൽ വീണ്ടും അത്രയും തന്നെ ആവും അല്ലേ? സെയിം കണ്ടീഷനിൽ പിന്നെയും വന്നു. അങ്ങനെ വരുന്ന ആളുകളുണ്ടല്ലേ വീണ്ടും വരുന്നത്? വീണ്ടും ഈ കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പിന്നെ ഓക്കെ വന്നിട്ടില്ല. ആഫ്റ്റർ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും അവർ. നമ്മൾ പറഞ്ഞു കൊടുക്കും, അതിൻ്റെ A to Z പറഞ്ഞു കൊടുക്കും. പിന്നെ നമുക്ക് ഷാമ്പു, കണ്ടീഷണർ, സിറം എല്ലാം കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യും. ഈ കുട്ടി സെക്കൻഡ് ടൈം വന്നു നമുക്ക്. ഇപ്പം നമ്മൾ ഈ പെയിൻ്റെ തന്നെ ആണെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ മേല് പെരുക്കുന്ന പോലെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത്രയും ഉണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി. ശരിക്കും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും, നിങ്ങളിത് എന്താ ചെയ്യുന്നത്? ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം കൂടെ നമുക്ക് പിടിച്ചിട്ട് കൊല്ലാൻ പറ്റൂല. അപ്പം എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പോസിങ്? അത് നമ്മൾ കവറിലൊക്കെ ആക്കിയിട്ട് കൊണ്ട് കളയലാണ്. കത്തിക്കലും കളയലും ഒക്കെയാണ്. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാ, ഇപ്പം എല്ലായിടത്തും കാണും കുറ്റം മാത്രം കണ്ടുപിടിക്കാനായിട്ട് ചില ആളുകൾ. മൈന തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കളിയാക്കുന്ന ആളുകളുണ്ടെന്ന്. കളിയാക്കുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാളുടെ തല ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നത്, എല്ലാവരും അല്ല, കുറച്ച് പേര് പറയുന്നത് വെറുതെ ഒന്നും അല്ലല്ലോ, പൈസ മേടിച്ചിട്ടല്ലേ. ഇപ്പം ഞാൻ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ നൂറാടെ കൈ കൊണ്ട് തന്നാൽ നൂറ് അത് ക്ലിയർ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പം അതങ്ങ് ചിന്തിച്ചാൽ മതിയല്ലോ അവർക്ക്, അല്ലേ? പൈസ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവുണ്ട്, സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യുന്നതാണ്.